രാത്രികാലം എല്ലാവരും ഹല്ലേലൂയ ആരാധനയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. രാത്രികാലം ആമേൻ. തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് അല്പസമയം ശ്രമിച്ച് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു പോകാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. യെഹെസ്കേലിനോട് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ നീ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വന്നാട്ടെ. ആമേൻ ഹല്ലേലൂയ. യെഹെസ്കേൽ വിചാരിച്ചു എന്തോ പട്ടണത്തിലായിരിക്കും കൊണ്ടുപോകുന്നത്, എന്തോ വലിയ കാഴ്ച കാണിക്കുവാനായിരിക്കും കൊണ്ടുപോകുമെന്ന്. ആമേൻ ഹല്ലേലൂയ. തമ്പുരാൻ അവനെ ആമേൻ അസ്ഥികൂമ്പാരത്തിന്റെ താഴ്വരയിലേക്ക് കൊണ്ടുപോയി യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ ജീവനില്ലാത്ത ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇരുട് മൂടി കിടക്കുന്ന ആമേൻ ചിതറിക്കിടക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒരിക്കലും ഇത് ഹല്ലേലൂയ ഒന്നിച്ച് ചേരാൻ കഴിയാത്തവണ്ണം ആമേൻ ചിതറിക്കിടക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒരു താഴ്വരയിലേക്ക് ആമേൻ യെഹെസ്കേലിനെ ദൈവം കൊണ്ടുപോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. അവനോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുക, നീ ഒരു കാര്യം ചെയ്യുക. ആമേൻ ഈ അസ്ഥികൂമ്പാരത്തിന്റെ കൂടെ ചുറ്റി ചുറ്റി നടക്കുക, ചുറ്റി ചുറ്റി നടക്കുക, ചുറ്റി ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുക, ചുറ്റി ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുക. ആമേൻ ഹല്ലേലൂയ. നീ ചുറ്റി ചുറ്റി നടക്കുമ്പോ, നീ ചുറ്റി ചുറ്റി പ്രാർത്ഥിക്കുമ്പോ ആമേൻ ഈ അസ്ഥികൂമ്പാരങ്ങൾ ചിതറി കിടക്കുക, ഉണങ്ങി കിടക്കുക, ജീവനില്ലാത്തത് ആമേൻ അത് ഒരുമിച്ച് മൂടി അത് ജീവനുള്ളതായി മാറുക. രാത്രികാലം ആമേൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഒന്ന് ചുറ്റി ചുറ്റി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിന്റെ പ്രാർത്ഥന മടുത്തു പോകാതെ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദേശത്തിൽ നിന്ന് ഒരു സൈന്യത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞ് ഇത് ഉണങ്ങിക്കിടക്കുകയാണ്, ഇത് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിക്കുന്ന മധ്യേ തമ്പുരാൻ പറയുക, നീ ഒന്ന് ചുറ്റി ചുറ്റി പ്രാർത്ഥിക്കാൻ തയ്യാറായ ഈ ദേശത്തുനിന്ന് ആമേൻ ഒരു കൂട്ടത്തെ ആമേൻ ഹല്ലേലൂയ ഒരു സൈന്യമാക്കി നിരത്തുവാൻ എന്റെ തമ്പുരാൻ മതിയായവനാണ്. നിന്നോടൊപ്പം നിന്റെ ഭാര്യ നിന്നോടൊപ്പം മുട്ടുമടക്കുവാൻ നിന്റെ തലമുറകളെ കൊണ്ടുവരാൻ എന്റെ തമ്പുരാൻ മതിയായവനാണ്. നിനക്കൊന്ന് ചുറ്റി ചുറ്റി പ്രാർത്ഥിക്കാൻ കഴിയുമോ? രാത്രികാലം നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകല്ലേ, നമ്മുടെ പ്രാർത്ഥന മടുത്തു പോകല്ലേ. ആമേൻ. നമ്മുടെ ധാർമ്മിക പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ക്ഷീണം സംഭവിക്കല്ലേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം, തലമുറയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാത്രികാലം ആമേൻ ആ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആമേൻ ഹല്ലേലൂയ പാറയായി രാത്രികാലം ഉറക്കട്ടെ. ആമേൻ ചുറ്റി ചുറ്റിയുള്ള പ്രാർത്ഥന, ഇടപെടാനുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്വർഗ്ഗം അതൊരു ആമേൻ പ്രാഗൽഭ്യത്തിലേക്ക് കൊണ്ടുവരട്ടെ. രാത്രികാലം ആമേൻ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് തുടർന്നുള്ള സമയങ്ങൾ ഹല്ലേലൂയ നമ്മുടെ മധുരായിരിക്കുന്ന ഹല്ലേലൂയ ജോൺസൺ പാസ്റ്റർ തുടർന്നുള്ള സമയങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് സംസാരിക്കും. നമുക്ക് ഒരുമിച്ച് ആമേൻ ശ്രദ്ധയോടെ ഹൃദയത്തെ ആമേൻ ഹല്ലേലൂയ വചനത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഏകാഗ്രതയിൽ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചായിരിക്കുമ്പോൾ ഞാൻ ഹല്ലേലൂയ ദൈവദാസനെ മുൻപോട്ട് സ്വാഗതമായി ക്ഷണിക്കുകയാണ്. ആമേൻ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കട്ടെ. ഐക്യക്കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവിന്റെ ദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കട്ടെ. കടന്നു വന്നിരുന്നവരെല്ലാം ദൈവസ്നേഹത്തിൽ ചിലത് പ്രാപിക്കാൻ വന്നവരാണ്. ഇവിടെ വന്നവരെല്ലാം വെറുതെ വന്നിട്ട് പോകുന്നവരല്ല, ഇത് ചിലത് പ്രാപിച്ചു മടങ്ങിപ്പോൾ. ഈ ഐക്യ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ദേശത്തും നിങ്ങളുടെ ഭവനത്തും ഒരു അനുഗ്രഹം തന്നെയാണ്. കാര്യം നമ്മൾ അനേകം പേർ നമുക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാനിടയായി തീരുന്നു. ദേശത്ത് നിങ്ങളെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ദേശത്ത് ദൈവം നിങ്ങളെ കൊണ്ട് ഒരു അത്ഭുതം ചെയ്യാനിടയായി തീരും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യെസ്, അതെ, പ്രായപരിധി ഇല്ലാതാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. യെസ്, എനിക്ക് പ്രായം വന്നു അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. മാറി നിൽക്കണമെന്ന് ആര് പറഞ്ഞുവോ അവരെ കൊണ്ട് തന്നെ ദൈവം അത്ഭുതം ചെയ്യാനിടയായി തീരും. ആ ഒരു ദൈവത്തിന്റെ അരികിലാണ് നമ്മൾ വന്നു നിൽക്കുന്നതെന്ന് ആരും മറന്നു പോകരുത്. ദിവസങ്ങൾ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വായിക്കാൻ ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നൽകട്ടെ തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയൊരു കരം അനുദിനമെന്ന് ചലിക്കുന്നതിനായി സ്തോത്രം. ഈ വചനത്തിൽ കൂടി തന്റെ മക്കളോട് വ്യക്തമായി ഇടപെടണം. അവരെന്താഗ്രഹിക്കുന്നുവോ അതിന് കർത്താവ് നിവർത്തീകരണമായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. സകലത കർത്താവിന്റെ കരങ്ങളിലേക്ക് തിരികെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിർത്തിയെന്ന് അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് സമയമായി, അല്ലെ? ദൈവത്തിന്റെ പ്രവൃത്തിക്ക് സമയമായി. യെസ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് സമയമായത് കൊണ്ട് എന്റെ മേൽ പകരത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാം നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഒരുക്കമാകുക. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമ്പോ കർത്താവ് പറയാണ്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരാൻ പോവുകയാണ്. ഈ അന്ത്യകാലഘട്ടങ്ങളിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ഒരുക്കത്തോടാണെങ്കിൽ ഞാൻ ആത്മാവ് നിങ്ങളുടെ മേൽ പകരും. കാര്യം അത് പകരണമെങ്കിൽ നല്ലൊരു ഹൃദയം യേശുവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കാൻ ഒരുക്കമാണെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ പകരാൻ പോവുകയാണ്. ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്നത്തെ രാത്രി കർത്താവ് എന്റെ മേലെ ഒന്ന് പകരണമേ എന്ന്, എന്റെ മേലെ ഒന്ന് പകരണമേ എന്ന്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട. ഇപ്പോൾ സമർപ്പിക്കാൻ ഒരുക്കമാണെങ്കിൽ ഇപ്പോൾ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേലെ ഇറങ്ങി വരാൻ പോവുകയാണ്. വ്യക്തമായി വചനം എഴുതിയിരിക്കാനുള്ള പ്രായപരിധി ഇല്ലാതെ ആര് സമർപ്പിക്കുന്നുവോ അവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അത് സമർപ്പണത്തോടാണെങ്കിൽ അതിൽ കൂടി അവരുടെ നാവിന്റെ ചില കെട്ടുകളെ എഴുതാനിടയായി തീരും. അത് സമർപ്പണം കറക്റ്റാണെങ്കിൽ നിന്റെ നാവിൽ കൂടി പുതിയ ഭാഷകൾ വെളിപ്പെട്ടു വരാനിടയായി തീരും. സമർപ്പണത്തിൽ നാവിന്റെ കെട്ടുകൾ അഴിയുമ്പോ നീ കർത്താവുമായി സംസാരിക്കാൻ തുടങ്ങും. നീ ദൈവമായി ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങും. അതിൽ കൂടി ഒരു ദൈവപ്രവർത്തനം നിന്റെ മേൽ വെളിപ്പെടാനിടയായി തീരും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അതടുത്ത വാക്യം വായിച്ചോട്ടെ. നോക്കണേ, അത് പകർന്നു കഴിഞ്ഞാൽ പറയാണ് നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. നോക്കണേ, ആത്മാവ് പകർന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മേൽ മാത്രമല്ല ദൈവം നിങ്ങൾക്ക് തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ ആ തലമുറയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം പകരുമെന്ന്. ദൈവം തന്ന തലമുറയാണെങ്കിൽ ദൈവത്തിനറിയാം സമയമാകുമ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞ് അവൻ ഏത് മേഖലകളിലാണെങ്കിലും അവൻ ദൈവമൈതലാണെങ്കിൽ അവന്റെ ഉള്ളിൽ പണ്ട് തന്റെ മാതാവ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യകാലം വരെ കാത്തു നിൽക്കണ്ടോ അവന്റെ മേൽ പകരുന്ന അതേ അഭിഷേകം തന്റെ കരുത്ത ദൈവം കൊടുത്ത് തന്റെ പുത്രന്മാരും പുത്രിയുടെ മേലും പകരാനിടയായി. മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാവേ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുകയാണ്. അവരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാനിടയായി തീരുമെന്ന്. അവന്റെ മേൽ ദൈവത്തിന്റെ
ദൈവത്തിന്റെ ഒരു വെളിപ്പെടുവാനിടയായിത്തീരും. ഒന്ന് മനസ്സിലാക്കിക്കോളാം. നിന്റെ ഭവനത്തിൽ നീ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണെങ്കിൽ, നിന്റെ ഭവനത്തിൽ നീ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോ നിന്റെ തലമുറയുടെ മേലെ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനിടയായിത്തീരുന്നത്. യെസ്, നിന്റെ തലമുറയുടെ മേൽ മാത്രമല്ല, യെസ്, ദൈവത്തെ ആരാഗ്രഹിക്കുന്നുവോ, ദൈവശബ്ദം ആര് കേൾക്കുന്നുവോ അവരുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാനിടയായിത്തീരും. അഞ്ച് കാലഘട്ടങ്ങളിൽ ദൈവം ഒരാളും മാറ്റിവെക്കത്തില്ല. കാര്യം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് സമയമായി. യെസ്, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് സമയമാകുമ്പോൾ ദൈവത്തിനെ തിരഞ്ഞെടുക്കാനിടയായിത്തീരുന്നത്. ഒരു കെട്ടപ്പെട്ട കഴുത അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് വെറുതെ ഇന്നലെ വരെ കെട്ടപ്പെട്ട അവസ്ഥയായിരുന്നു. കാര്യം അതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനുണ്ടെന്ന്, അതിന് ദൈവത്തിന് അതിന്റെ മേൽ ഇരുന്നത് വാഹനം വേറെ ആവശ്യമുണ്ടെന്ന് എന്ന് പറഞ്ഞതുപോലെ ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടന്ന നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചത് വെറുതെയല്ല, ദൈവത്തിന്റെ സാക്ഷിയായി മാറുക, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ പകരുവാൻ. അത് മറ്റുള്ളവർക്ക് അതൊരു വലിയ, മറ്റുള്ളവരുടെ മനസ്സിന്റെ ഉള്ളിൽ അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തി കാട്ടാൻ വേണ്ടിയാ ദൈവം നിങ്ങളെ കെട്ടടിച്ചു കൊണ്ടുവന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ചിലതിനെ ഞാൻ അടിച്ചുകൊണ്ടുവന്നത് വെറുതെ അടിച്ചുകൊണ്ടുവന്നതല്ല, ചിലതിനെ ഞാൻ അടിച്ചുകൊണ്ടുവന്നത് വെറുതെ അടിച്ചുകൊണ്ടുവന്നതല്ലെന്ന് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ കണ്ടതായത് കൊണ്ടാണ് നീ കണ്ടപ്പെട്ട മേഖലകളിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നത്. കാര്യം ഈ അഭിഷേകം നിന്റെ മേൽ പകർന്നു കഴിഞ്ഞാല് നിന്റെ തലമുറയുടെ മേൽ പകരാനിടയായി. എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു, ഭാരപ്പെടേണ്ട കാര്യമില്ലെന്ന്. ഞാൻ പകരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണെന്ന്. നിന്റെ വിശ്വാസം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാൽ മതി, ആ വിശ്വാസത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുക. നിന്റെ പുത്രന്മാരും പുത്രിക്കും പ്രവചിക്കും. അതരമനകൾ ദൈവം തൊട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തെ തന്നെ ദൈവം അനുഗ്രഹിക്കാനാണ് തീരുമാനം. ദൈവം ഒരു കുടുംബത്തെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ മറ്റുള്ളവരുടെ മധ്യയിൽ നിന്ന് നിന്ദിക്കപ്പെട്ടവനാണെങ്കിൽ, മറ്റുള്ളവരുടെ മണ്ണിൽ നിന്ന് അവനെ കൊള്ളത്തിലെന്ന് പറഞ്ഞ് തഴങ്കൽ അവരെ മാറ്റി നിർത്തിയ ദൈവം പറയും, ഈ മാറ്റി നിർത്തിയവൻ വേണം ഈ ദേശത്തെ സാക്ഷിയാവാൻ. ഈ മാറ്റി നിർത്തിയവന്റെ നാവിൽ കൂടി വേണം അവനുള്ള ആലോചന പറഞ്ഞു പഠിക്കാന്. ആരും മാറ്റി നിർത്തിയോ അവന്റെ മുന്നിൽ അവന്റെ മുന്നിൽ ആലോചന പറയുവാൻ, അവന്റെ നാവിന്റെ കെട്ടിലെ അടിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ പകരാൻ പോവുകയാണ്. ഞാൻ ആത്മാവില് കാണുന്നു ഇതിന് മധ്യ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാണ്. ആരൊക്കെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്നു, ആരുടെയൊക്കെ തലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ആരുടെയൊക്കെ ശുശ്രൂഷ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ തടസ്സമായ ശുശ്രൂഷകള്, ഇന്നലെ വരെ മുന്നോട്ട് വിടാത്ത മേഖലകളിൽ, പിടിച്ചു നിർത്തിയ മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നിന്നെ കെട്ടിനെ അഴിച്ച് ഞാൻ പുറത്തു വരാൻ പോവുകയാണ്. മറ്റുള്ളവർ പറയും ഇവന്റെ കുടുംബത്തിൽ എല്ലാവരും ആലോചന പറയുന്നത്, ഇവന്റെ കുടുംബത്തിലുള്ളവരെല്ലാം അനുഗ്രഹം പ്രാപിക്കുന്നത് വെറുതെ അല്ല, പണ്ട് സമർപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ദൈവപ്രവൃത്തി അവന്റെ മേൽ വെളിപ്പെട്ടതെന്ന്. ഈ ശക്തി നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ ചില ദർശനങ്ങൾ കാണാൻ പോകും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി കഴിയുമ്പോ നിങ്ങളുടെ ശൈലി അങ്ങ് മാറുന്നത്. വചനം പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഇത് ശക്തിയുടെയും സ്നേഹത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പകർന്നിരിക്കുന്നത്. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവല്ലെന്ന് ഈ ആത്മാവ് വന്നു കഴിയുമ്പോ നിങ്ങളുടെ തലം മാറും. നിങ്ങൾ എപ്രകാരമായിരുന്നോ ആ ചിന്തയിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ വരാനിടയായിത്തീരും. ആ
ആ വ്യക്തിയായിരിക്കും നിങ്ങളുടെ നടപ്പിനെ കുറിച്ച് നിങ്ങളുടെ കാതിൽ പറഞ്ഞു തരാനിടയായി തീരുമെന്ന്. ആ വ്യക്തിയിൽ കൂടി നിങ്ങൾ സംസാരിക്കാനിടയായി. ആ വ്യക്തി നിങ്ങളുടെ മേൽ വ്യക്തമായി പറഞ്ഞു തരും. ഇന്നതെന്ന് പറഞ്ഞു തരുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ചില ദർശനങ്ങൾ കാണാൻ പോകുകയാണെന്ന്. പ്രായപരിധിയില്ലാതെ ചില ദൈവത്തിന്റെ ദർശനങ്ങൾ കാണാൻ പോവുക. ദൈവപ്രകാരം നീ മുന്നോട്ട് നടക്കണമെന്ന്, ദേശത്തോടെ പ്രകാരം ദൂത് പറയണമെന്ന് ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ചലിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി സമർപ്പണമുള്ളവരായിരിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 10:46. ആമേൻ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ നോക്കണേ, ദൈവത്തിന്റെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇന്ന് കർത്താവിന്റെ വചനം അവിടെ ശുശ്രൂഷിക്കുന്നത്, ദൈവത്തിന്റെ വചനമാണ് ശുശ്രൂഷിക്കുന്നത് എങ്കിൽ ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഒരിക്കത്തോടാണെങ്കിൽ പത്രോസ് പറഞ്ഞതുപോലെ ഈ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്റെ സമർപ്പണത്തോടാണെങ്കിൽ ആ പ്രവൃത്തി ദൈവത്തിന് മറ്റും വെളിപ്പെടാൻ പോവുകയാണെന്ന്. ഇതിന്റെ ഉള്ളിൽ വചനം കേട്ടവർ വെറുതെ മടങ്ങിപ്പോവാനല്ല, ആത്മാവ് പറയുന്നത് നീ ചിലത് പ്രാപിച്ചു മടങ്ങിപ്പോകുവാൻ, നീ ചിലത് പ്രാപിച്ചു മടങ്ങിപ്പോകുവാൻ. ഇന്നലെ വരെ നിനക്ക് നഷ്ടപ്പെട്ടത്, ഇന്നലെ വരെ നിനക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞത് ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നിനക്ക് തിരിച്ചു മടങ്ങി തരാൻ പോവുകയാണ്. അത് തിരിച്ചു മടങ്ങി തരാൻ തരിക ദൈവം, അത് തിരിച്ചു മടങ്ങി തരാൻ പോവുക ദൈവം. ചില ശുശ്രൂഷകള് പകുതി വഴി നിന്നുപോയിട്ട് കർത്താവേ എനിക്കിനി അത് മുന്നോട്ട് നടത്തുവാൻ പറ്റാത്ത രീതിയിൽ, അത് എനിക്കിത് മുന്നോട്ട് കരകയറാൻ പറ്റാത്ത രീതിയിൽ ഞാൻ താണ അവസ്ഥയിൽ പോകുവാണല്ലോ എന്ന് പറയുന്ന ആരോടോ ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, മുട്ടുമടക്കിക്കോ നിന്റെ ഉന്നതങ്ങളിലേക്ക് ആക്കാൻ പോകാൻ കർത്താവ്. മുട്ടുമടക്കിക്കോ നിന്റെ ശുശ്രൂഷ മേഖലയിൽ ഒരു സ്റ്റെപ്പ് കൂടെ ദൈവത്തിന്റെ ആക്കാൻ പോവുകയാണെന്ന്. ആത്മാവ് ഇറങ്ങുകയാണ്, ആത്മാവ് വ്യാപരിക്കുകയാണ്. ഈ വചനം വെറും വചനമല്ല കേട്ടോ, ഈ ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദൈവത്തിന്റെ വചനം നിന്നെ പണിതുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ ദൈവത്തിന്റെ വചനം ഈ ലോകത്തിൽ നിന്ന് എന്നെ മാറ്റപ്പെട്ടു പോകേണ്ട ഒരു സമയമുണ്ടായിരുന്നു. ഈ ദൈവത്തിന്റെ വചനം നീ എന്നെ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിൽ കൂടി നിന്റെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവം നിന്നെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുത്താതെ എന്നിവിടെ നിർത്തിയിരിക്കണേന്ന് മറന്നു പോകുന്നത്. നോക്കണേ, ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് അന്യഭാഷ പ്രാപിക്കാത്തവർ സമർപ്പിച്ചു കൊടുത്തോളെ, കർത്താവേ എനിക്ക് ആ ഭാഷ വേണമെന്ന് സമർപ്പിച്ചു കൊടുത്തോണേ. കർത്താവേ എനിക്ക് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഭാഷ വേണം, എനിക്ക് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഭാഷ വേണം. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഭാരപ്പെടുവാനല്ല ദൈവാത്മാ പറയാ, നീ ഇന്ന് സമർപ്പിച്ചാൽ ഇന്ന് നീ ദൈവത്തോട് സംസാരിക്കാൻ പോവുക. ഇന്ന് നീ ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായ സമർപ്പണം ഉണ്ടെങ്കിൽ ഇന്ന് നീ ദൈവത്തോട് സംസാരിക്കാൻ പോവുക. പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനകരായ പരിശുദ്ധാത്മാവെന്ന ജാതികളുടെ മേലും വിസ്മയിച്ചു. കണ്ടോ, ഈ പരിശുദ്ധാത്മാവെന്ന ദാനം അതാരുടെ മേലും കർത്താവ് വരാൻ ഒരുക്കോ? നമ്മളൊരു സമർപ്പണമുള്ളവരായി നോക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിയപ്പോൾ മറ്റുള്ളവര് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചേർന്ന് കഴിഞ്ഞ് ദൈവവുമായി ബന്ധമുണ്ടാവും. മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, ആ ആത്മാവ് എനിക്കൊന്ന് വേണമെന്ന്.
കാര്യം ഈ ആത്മാവുള്ളവൻ നിൽക്കുന്നിടത്ത് ഒരു ആത്മാവിന്റെ വിലയോടെ വേണം നിൽക്കാൻ. ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഉള്ളത് കൊണ്ട് നീ നിൽക്കുന്ന ഏരിയയിൽ പരിശുദ്ധാത്മാവുന്ന ഒരു വ്യക്തി എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോട് നിൽക്കുവാണെങ്കിൽ നിന്റെ പരിസരങ്ങളിലുള്ളവര് നിന്റെ അരികിൽ കടന്നു വരുമെന്ന് നീ പ്രാപിച്ച ആത്മാവിനെ എനിക്കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉള്ളിലുള്ള ദാഹത്തോട് കടന്നു വരാനിടയായി. അതാ പകരം വരുന്ന ഉണങ്ങിയ നിലത്തുകൂടി നദി ഒഴുകിയെന്ന്. അതാ പറയുന്ന ഉണങ്ങിയ നിലത്തുകൂടി ദൈവത്തിന്റെ നദി ഒഴുകണമെങ്കിൽ ഈ നദി ഒഴുകണമെങ്കിൽ ഈ ഒഴുക്കിനെ ഈ എവിടെ നിന്ന് വരുന്നോ അവനൊന്ന് റെഡി ആയിരിക്കണം. എന്നെ കണ്ടിട്ട് വേണം എന്റെ ഭവനത്തിന്റെ അപ്പുറത്തുള്ളവർ പറയാം അവൻ പ്രാർത്ഥിക്കുന്നവനാ എങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവനൊരു സങ്കടമില്ല, അവനൊരു പട്ടിണിയില്ല, അവന് സമാധാനത്തോടെ ഇറങ്ങാൻ പറ്റും. ഞാൻ പ്രാർത്ഥിക്കാത്തവനായതുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല. കാര്യം അവന് അതുപോലെ എന്നെ പോലെ കടന്നു വരുവാൻ അവന്റെ ഹൃദയം ഞാൻ എപ്രകാരം ദൈവസന്നിധി കൊടുത്തുവോ അപ്രകാരം കൊടുക്കാൻ അവന് ഒരുക്കമാണെങ്കിൽ അവന്റെ പേര് ഈ ആത്മാവ് പകരും. സകല ജാതികളുടെ മേലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതിനുവേണ്ടി ആരും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ആ ഹൃദയം രഹസ്യം ആ ഹൃദയം ഒന്ന് കൊടുക്കാൻ ഒരുക്കമാണ്. ഈ ആത്മാവ് അതിന്മേലാ പകരാൻ പോകുന്നത്. അതിന്മേല പകരാൻ പോകുന്ന കാര്യം നിന്റെ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞ രഹസ്യ ദൈവത്തിന് വസിക്കാൻ പറ്റാത്ത രീതി നിൽക്കുന്ന നിന്റെ ഹൃദയമുണ്ടല്ലോ, അത് നീ ദൈവസ്ഥനോട്ടൊന്ന് കൊടുക്കാൻ ഒരുക്കമാണോ? തമ്പുരാൻ അതിനൊന്ന് കഴുകി ശുദ്ധീകരിച്ചിട്ട് ആത്മാവിനെ പകരുമെന്ന്. ദൈവത്തിന്റെ സാന്നിധ്യം അതിന്മേൽ ഇറങ്ങിക്കഴിഞ്ഞാല് രഹസ്യ അവനൊരു പുതിയ സൃഷ്ടിയായി മാറാൻ പോവുക. അവൻ പുതിയൊരു രൂപാന്തരമായി മാറാൻ പോവുക. ആ ഒരു ആത്മാവാ വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി മാറ്റുന്ന ഒരു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരാൻ ഇടയായി തീരുന്നത്. മറ്റുള്ളവർ നിന്നെ കാണുമ്പോൾ ദൈവത്തെ കാണുന്ന പോലെ ആയിരിക്കണം. ഒരു വചനം ആറ്റരികത്ത് നട്ടിരിക്കുന്നത് അത് തക്ക കാലത്ത് ഫലം കായ്ക്കണം. അത് ഇലവാടത്ത വൃക്ഷം പോലെ ആയിരിക്കണമെങ്കിൽ അത് നിൽക്കുന്നത് എവിടെയാണെന്നൊരു പൂർണ്ണമായ ബോധ്യം കൊണ്ടായിരിക്കണമെന്ന്. കാര്യം ആറ്റിന്റെ അരികത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന ജലത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് ഒരു കേടുവരമില്ലെന്ന്. കാര്യം ആത്മാവിലാണ് നീ നിൽക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? കാര്യം ആറ്റിന്റെ അരികത്ത് നിൽക്കുന്ന വൃക്ഷത്തെ നോക്കിക്കഴിഞ്ഞാൽ അത് പച്ചപിടിച്ച് നിൽക്കും. അത് നല്ല ഫലങ്ങൾ കായ്ക്കാനിടയായി തീരും. ആ വൃക്ഷത്തിന് ഒരു കാര്യം അറിയാം, ഞാൻ നിൽക്കുന്നത് ഒരു ജലത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് നിൽക്കുന്ന ഒരു ബോധ്യമുണ്ടാകും. എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനിടയായി തീരും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം അതിന് 32-ാം വാക്യം വായിച്ചു. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. കണ്ടോ, ഈ ദൈവത്തിന്റെ വചനത്തിലും നിർത്തി വെച്ചാലും നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുക. കാര്യം പരിശുദ്ധാത്മാവിന്റെ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ ദൈവ സാന്നിധ്യം പകർന്നവരെ കുറിച്ച് പറഞ്ഞ സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം, ദൈവത്തിൽ നിന്നൊരു അവകാശം പ്രാപിക്കണമെന്ന്. നീ ദൈവസന്നിധിയിലാണെങ്കിൽ ദൈവത്തിൽ നിന്നൊരു അവകാശം പ്രാപിച്ച കാര്യം നിന്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് കൊടുത്തു കഴിയുമ്പോ ദൈവത്തിന്റെ ഒരു ആത്മാ നിന്റെ മേൽ പകരാനടയായിത്തീരും. നീ ഒരു അവകാശിയായി. മനസ്സിലായോ? ദൈവസന്നിധി നിന്ന് പ്രാപിച്ചു കഴിഞ്ഞാൽ അവരൊരു അവകാശിയ. ദൈവത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തൊരു അവകാശിയ. നമ്മൾ അവകാശിയാവാത്തവരെന്നല്ല പറയേണ്ടത്, ദൈവസന്നിധി കൊടുക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. നീ കൊടുക്കുന്നതനുസരിച്ച് ദൈവത്തിനെ അനുഗ്രഹിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞതുപോലെ നിന്റെ ഭവനത്തിലുള്ളവരെ എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. മാറ്റി നിർത്തുന്നല്ല കർത്താവ് പറഞ്ഞേക്കുന്നേ. സകലർക്കും തരുന്നത് പോലെ അവകാശം തരുവാനും അത് കഴിയുന്ന ഒരു ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും കണ്ടോ, അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ
ഫലമേൽപ്പിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. അഭിഷേകം പ്രാപിച്ചവരോടാണ് പറഞ്ഞത് കേട്ടോ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയില് നിങ്ങൾ ചിലത് നേടാൻ ഒരുക്കമുള്ളവരായിരിക്കും. ദൈവസന്നിധി ചിലത് നേടാൻ ഒരുക്കമുള്ളവരായി മാറണം. ഒരു വാക്യം വാക്യം യെശയ്യാവിന്റെ പുസ്തകം 44 അധ്യായം 13 വാക്യം വായിച്ചു. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നോക്കണേ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും. കാര്യം നീ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന്. ഈ ആത്മാവ് നിന്റെ ഉള്ളിലുള്ളപ്പോ നീ എന്തിനാ ഭയപ്പെടുന്നത്? എടാ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഇല്ലാത്തപ്പോഴല്ലേ നിനക്ക് ഭയം തോന്നുന്നത്. ഈ ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുമ്പോ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. വചനം പറഞ്ഞ കാക്കാളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പണി കൂട്ടിവെക്കുന്നില്ല, എങ്കിൽ ദൈവം അതിന് തക്ക സമയത്ത് അതിന് വേണ്ടത് കൊടുക്കാനിടയായി തീരുമല്ലോ. ശബ്ദരാജന അത് കർത്താവിനെ നീ ഭയപ്പെടേണ്ട. നിന്നെ വിളിച്ചവൻ ഞാനാ. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടിയ സമയത്ത് ഞാൻ തരാതിരിക്കണം. നീ ഭയപ്പെട്ടു പോയാ എന്റെ ആത്മാവിൽ നിന്ന് നീ അകന്നു പോവുകയാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് മാറിപ്പോവുകയാണ് പറയുന്നത്. അപ്പൊ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. വരണ്ട നിലത്ത് അപ്പൊ വരണ്ട നിലത്ത് നീരൊഴുകും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇനി എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ആ ഒരു സ്ഥാനത്താകുമ്പോ ഇനി മരിക്കാമെന്ന് തോന്നുമ്പോ ദൈവം പറയാ, അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ അവിടെ അത്ഭുതം ചെയ്യാൻ പോവുകയാണെന്ന്. തീർന്നുപോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്റെ ദൈവം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിനക്ക് തിരിച്ചു മടങ്ങി തരാൻ പോവുകയാണെന്ന്. എന്റെ ഭവനത്തിൽ കർത്താവെ സമാധാനമില്ല, ഞാൻ ഇന്നുകൊണ്ട് തീർന്നു പോകാൻ പോകുക, ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന തന്റെ ആത്മാക്കളോട് ഞാൻ ദൈവസന്നിധിയില് ഒരു ദൂത് വിളിച്ചു പറയട്ടെ, നീ ഭയപ്പെടണ്ട. നിന്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് കൊടുക്കാമോ? ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടാനിടയായി. തുറക്കാനിടയായി തീരും. എന്നോട് ഇങ്ങനെ പറയുന്നു, ചില ഭവനത്തിന്റെ ഉള്ളില് പലപ്പോഴും ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിലാണ്. ദൈവം പറയുക, അതിന്റെ ഉള്ളിൽ ഒരു നീരുറവ ഞാൻ തുറക്കാൻ പോവുകയാണ്. നിന്റെ കരത്തിലെ മാവ് കുറഞ്ഞേക്കാം, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, പ്രാർത്ഥിച്ചതിന്നെടുത്തോ അത് വർദ്ധിക്കാൻ പോവുകയാണെന്ന്. കർത്താവേ, ഇതോടെ ചെയ്തു കഴിഞ്ഞാൽ നാളത്തേക്ക് കാണത്തില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടാനല്ല, സ്തോത്രം പറഞ്ഞ എടുത്തേ നീ നാളെയും ചെല്ലുമ്പോ അതേപോലെ വീണ്ടും കാണുമെന്ന് അതിനകത്ത് നമ്മുടെ ദൈവം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ആ ഒരു ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പ്രാപിച്ചിരിക്കുന്നത്. ഏത് ശൂന്യത അവസ്ഥയിലായാലും അവിടെ ചില അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. നീ ഭാരപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. ദൈവസേനയിൽ സമർപ്പിച്ചു കൊടുത്തു, ദൈവം അത്ഭുതം ചെയ്യാനിടയായി തീരും. നോക്കണേ, ഒന്നുള്ളത് വായിച്ചു. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും സന്താനത്തിന്റെ മേൽ നോക്കണേ, ആത്മാവിനെ പകരുക മാത്രമല്ല, അനുഗ്രഹത്തെ ദൈവം തരുന്നത്. ഈ ആത്മാവിന്റെ ഒരു വില നോക്കണേ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടോ, എടാ നിന്റെ മേൽ പകർന്നു കഴിയുക മാത്രമല്ല, നിന്നെ അനുഗ്രഹിക്കാൻ പോകുക ദൈവം. നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. വചനം പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. കാര്യം അതിനു വേണ്ടി നീ അങ്ങോട്ട് പോകണ്ട. ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ അനുഗ്രഹം നിന്റെ പിന്നാലെ വരാൻ പോവുകയാണെന്ന്. ഈ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ, ഈ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുമ്പോ നീ മറ്റുള്ളവരെ പറ്റി തേടിപ്പോണ്ട, അത് നിന്റെ പിന്നാലെ വരാൻ പോവുകയാണെന്ന്. ആ ഒരു ആത്മാവ് നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്, ആ ഒരു പരിശുദ്ധാത്മാവിലാണ് നീ നിൽക്കുന്നത്, ആ ഒരു ആത്മാവിലാണ് നീ ചലിക്കാനിടയായി തീരുന്നത്.
അന്താരകൾക്കനാദിയ തലമുറയ്ക്ക് വരെ ദൈവം കരുതിയിട്ടുണ്ടെന്ന്. അതര മലകടക നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ. അതര മലമല അതരാരകൾക്കനാദിയ നിങ്ങൾ ഇത്രയും കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ അത്രയും കരുതിയിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ ഇരട്ടി ദൈവം കരുതിയിട്ടുണ്ടെന്ന്. നിങ്ങൾ കരുതിയതിന്റെ നിങ്ങൾ കരുതി വെച്ചത് തീരാറാകുമ്പോ എന്റെ യഹോവ കരുതിയത് വെളിപ്പെട്ട് വരുമെന്ന്. നിങ്ങൾ കരുതി വെച്ചത് തീർന്നു പോകാൻ ഇടയാകുമ്പോ എന്റെ യഹോവ അതിനെക്കാട്ടിൽ ഇരട്ടിയായി കരുതി വെച്ചിട്ടുണ്ട്. അതിന്റെ നീരുറവ അവിടെ തുറക്കുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ ആത്മാവിടപെടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഭാരപ്പെടണ്ട. ദൈവം വഴി തുറന്നു വരാൻ പോവുകയാണ്. ആത്മാവ് ഇങ്ങനെ പറയുകയാണ്. എന്ത് ജോലി ചെയ്തെങ്കിലും ഉള്ളിൽ ഭാരത്തോടെ കർത്താവേ കഷ്ടപ്പെട്ടു പോകരുത്, കഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവാത്മാ പറയാ. മകളെ നിനക്ക് ചിലത് തിരിച്ചു മടക്കി തരാൻ പോവുകയാണ്. നീ പലപ്പോഴും എന്ത് ചെയ്തെങ്കിലും എന്റെ ശ്രദ്ധ ആ പ്രശ്നം ആ ചെയ്യുന്നതിലല്ല കാര്യം. എന്റെ ശ്രദ്ധ നിന്റെ ഭവനത്തോടും നിന്റെ ഭവനത്തിന്റെ ഉള്ളില് ഭിന്നതയെ കുറിച്ചും നിന്റെ ഭവനത്തിനുള്ളില് സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥയെ കുറിച്ച് നീ പലപ്പോഴും ഭാരപ്പെടുമ്പോ ദൈവാത്മാ പറയാണ്, മകളെ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ പകർന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ ഭയപ്പെടുത്തേണ്ടതല്ല. അതിനെ ഞാൻ പറയാൻ പോവുകയാണ്. എന്നോട് ഇങ്ങനെ പറയാൻ പറയാണ്. നീ ഇന്ന് പ്രാർത്ഥനയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ ചിന്തിച്ചതാ, കർത്താവെ തിരിച്ചു ചെല്ലുമ്പോൾ എനിക്കൊരു സമാധാനത്തോടെ എന്റെ ഭവനത്തിൽ ചെല്ലണമെന്ന്. ആത്മാ പറയാണ് അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണെന്ന്. ഒരു വാക്യ അവന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 39 വായിച്ചു. നോക്കണേ, ഈ കാലഘട്ടങ്ങളിൽ ചില യൗവനക്കാർ ഇടറി വീഴും. എങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പിടിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഈ ദിവസങ്ങളിൽ ചിലത് പറന്നുയർന്നോണം. നിന്റെ കൂടുള്ളവർ ചിലര് വീഴുമ്പോ നീ പ്രാപിച്ച ആത്മാവെന്ന് നിനക്ക് പൂർണ്ണമായി ബോധ്യം വരുമ്പോ അവരുടെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കാൻ റെഡി ആയിക്കോളാം. മറ്റുള്ളവർ താണുപോകുന്നത് എഴുന്നേറ്റുന്നത് ചിറകടിച്ച് പറന്നുയർന്നുള്ള കാര്യം നിന്റെ മേൽ പകർന്ന ശക്തി ചെറിയ ശക്തിയല്ല. അത് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ നിന്നെ ബലപ്പെടുത്തിയ ഒരു ശക്തിയാ നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ഇന്നലെ വരെ നിന്റെ മേലെ തകർന്നു പോകുന്ന മണ്ഡലങ്ങളിലായിരിക്കാം. എങ്കിൽ ആത്മാ പറയുക, ഇന്ന് തകർന്ന മേഖലയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിനക്ക് വിളച്ചു വെച്ചതല്ല, നിനക്ക് വേണ്ടി കൊയ്യുവാൻ ഒരുക്കമായിരിക്കുക. മറ്റുള്ളവരും നിന്നെ പിന്തിരിഞ്ഞു പോകുമ്പോ നിന്റെ മേൽ പകർന്ന ശക്തി മുറുകം പിടിച്ച് മുന്നോട്ട് നടന്നു ദൈവം നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ചെറിയ ശക്തിയല്ല കേട്ടോ. ഇന്നലെ വരെ നീ കാത്തിരുന്നത് ചിലത് പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്നലെ വരെ ദൈവസേനയിൽ നീ വിളവെടുത്തത് ചിലത് നേടുവാൻ വേണ്ടിയായിരുന്നു. ഇന്നലെ വരെ നീ ദൈവസേനയിൽ പ്രാർത്ഥിച്ചതിന് മറുപടിയാ നിന്നെ ദൈവം ഉയരങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നു.
യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടേക്കോ ദൈവത്തിന്റെ സാന്നിധ്യം ചില ഭവനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ഭവനത്തിന്റെ ഉള്ളിൽ ഭാരപ്പെടുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, നിന്റെ കണ്ണ് ഞാൻ തുറന്നിരിക്കുകയാണ്. ഓ, നീ ഹൃദയത്തിന്റെ കണ്ണ് ഞാൻ തുറന്നിരിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. മുന്നോട്ട് വെച്ചോ നിന്റെ ദൈവം ഉയരങ്ങളിലേക്ക് ഉയരിക്കാൻ ബാക്കിയുള്ള വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതൽ വായിച്ചു. ഇരമ്യാവ് 1:7 മുതലുള്ള വാക്യം. യഹോവ എന്നോട് അരുളി ചെയ്തത് കണ്ട, ഞാൻ ബാലനെന്ന് നീ പറയല്ല. നമ്മൾ മുമ്പ് വായിച്ച വാക്യം, സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. വചനം പറയാം, നീ ബാലനെന്ന് പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ. നോക്കണേ, അവിടെ ദൈവം എവിടാ പറയുന്നത് അങ്ങോട്ട് പോയിക്കോളാം. പുറമോട്ട് സ്റ്റെപ്പ് വെക്കരുത്. കാര്യം പ്രാപിച്ച ആത്മാവ് ചെറിയൊരു ആത്മാവിനെ അല്ല കേട്ടോ, കാര്യം ഉയരങ്ങളിലേക്ക് പറക്കുവാനുള്ള ആത്മാവാണ്. അവിടെ നീ പാലനാന്ന് പറഞ്ഞു മാറി നിൽക്കാനല്ല ദൈവം പറയുന്നത്. നിന്റെ പാലനാന്നുള്ള ആ സ്വഭാവത്തെ മാറ്റി നീ പാലനല്ല, നീ ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുക. ബാലെന്നുള്ള ചിന്തകളാ. കാര്യം ദൈവം നിന്നെ ഉയരങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പോകുക. നീ ബാലനായി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റില്ലെന്നേ. നിന്നോടുള്ള വാഗ്ദത്തം നിറവേറാൻ പറ്റത്തില്ലെന്നേ. നീ ആ വാക്കൊന്ന് കളഞ്ഞിട്ട് ഞാൻ പറയുന്ന കേട്ട് ഇറങ്ങി തിരിച്ചു. നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കണം. നിന്റെ വായിൽ നിന്നും വേറെ ഒന്നും അല്ല സംസാരിക്കാൻ വചനം പറയുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിനാൽ പറയും. അത് വേണം സംസാരിക്കാൻ. കാര്യം അത് സംസാരിക്കുമ്പോൾ അവിടെ അത് വെളിപ്പെടാനിടയായിത്തീരും. അത് സംസാരിക്കുമ്പോൾ അതവിടെ ക്രിയ ചെയ്യുവാനിടയായിത്തീരും. കണ്ടോ, നിന്റെ എതിരെ നിൽക്കുന്ന ശത്രുവിനെ കണ്ട് ഭയപ്പെടല്ലേ. കാര്യം ഇങ്ങനെയുള്ള ശത്രുവിന്റെ മുന്നിലോട്ട് ദൈവം നിന്നെ അയക്കാൻ പോകുന്നത്. കാര്യം തിരുവചനം എന്തെന്നറിയാത്ത ചില ജനത്തിന്റെ ഇടയിലേക്ക്, ദൈവം ആരെന്നറിയാത്ത ചില ജനത്തിന്റെ ഇടയിലേക്ക്, അവ ഇടയിൽ ചെന്ന് നീ പാതറി പോകുവാനല്ല ദൈവം പറയുന്നത്. ഭയപ്പെടേണ്ട കാര്യമില്ല. അവരിടയിൽ ചങ്കൂറ്റത്തോട് പറയുവാൻ ഞാൻ ചിലത്തിന്റെ കാതിൽ പറഞ്ഞു വരാനിടയായി. അപ്പൊ ധൈര്യത്തോടെ പോയിക്കോളാം. വായിച്ചോ. കണ്ടോ, അവിടെ നിന്നെ ഒരുവൻ തകർത്ത് കളയത്തില്ല. എങ്കിൽ തകർത്ത് കളഞ്ഞാലോ നിന്നെ വിടിവിക്കേണ്ടതിന്. കണ്ടോ, ദൈവത്തിന്റെ ദൂതൻ അല്ലെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കാര്യം അവിടെ നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ലെന്ന്. കാര്യം ഈ ആത്മാവിനെ തകർക്കുന്ന ഒരു ആത്മാവല്ല, ഈ ആത്മാവ് ചിലതിനെ പണിയുന്ന ഒരു ആത്മാവാണ്. നിന്നെ തകർക്കാൻ വരുന്നവന് ഈ പരിശുദ്ധാത്മാവ് പണിയാൻ തുടങ്ങും. നിന്നോട് എതിർത്ത് നിൽക്കുന്നതിന് ഈ പരിശുദ്ധാത്മാവ് നിന്റെ അരികിൽ കൊണ്ടുവരും. നിന്നോട് ആരെ എതിർത്ത് നിന്നോ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ. ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു, എതിർത്ത് നിൽക്കുന്നവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ നിന്റെ അരികിൽ വരാൻ പോവുക. നിനക്ക് വേണ്ടി എന്ത് ശത്രുത ചെയ്തെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചോ, അവൻ നിന്റെ അരികിൽ വരാൻ പോവാ. പ്രാർത്ഥിക്കും. പിന്നെ യഹോവ കൈ നീട്ടി നോക്കണേ. ദൈവം ചിലരുടെ വായി തൊടാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവമേ നീ എന്റെ നാവിൽ തൊടണേ. ഇന്ന് ദൈവം ചിലരുടെ നാവിൽ തൊടാൻ പോവുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നടക്കും. ഇന്ന് നടക്കുമെന്ന്. അന്യഭാഷയില്ലാത്തവരിന്ന് പ്രാപിക്കാൻ പോവുകയാണെന്ന്. കാര്യം അവരുടെ നാവിൽ പരിശുദ്ധാത്മാവ് തൊടാൻ പോവുകയാണെന്ന്. അവര് നാവിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുക. അവര് പറയാ, ഞാൻ ബാലനായ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല, അല്ല ഞാൻ പ്രായം ചെന്ന് കർത്താവേ ഇനി എങ്ങനെ ഈ ആത്മാവിനെ പ്രാപിക്കൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല ദൈവം പറയുന്നത്. സകലത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും.
അവിടെ മാറലിന്റെ കാര്യം വന്നില്ല, സമർപ്പിച്ചു കൊടുത്താൽ മതി. വായിച്ചോ. എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. കണ്ടോ, ദൈവത്തിന്റെ വചനം നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും. കണ്ടോ എന്തൊക്കെയാണ് വചനങ്ങൾ, അധികാരത്തിന്റെ വചനങ്ങൾ തന്നിരിക്കുന്നത്. വായിച്ചോ. നിർമൂലമാക്കുവാനും നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിക്കാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും കണ്ടോ, ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. യെസ്, കേട്ടോ, ദൈവ സാന്നിധ്യം പ്രാപിച്ചവരോട് ദൈവാത്മാവ് പറഞ്ഞ ദൂത. യെസ്, നിന്നെ കൊണ്ട് ചിലത് ചെയ്യാൻ പോവുകയാണ്. ഈ ജാതികളുടെ ഇടയിൽ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് അതിനും പറഞ്ഞ അന്ത്യകാലഘട്ടങ്ങളിൽ ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ചില ജാതികളെ നേടുവാൻ വേണ്ടി ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ നാവിന്മേൽ ഞാൻ വചനങ്ങളെ തരും. നീ പറയാൻ ഒരുക്കമാണെങ്കിൽ ദൈവം നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യും. നിങ്ങളുടെ കണ്ണുകളെ അടയട്ടെ. സമർപ്പിച്ചു കൊടുത്ത കർത്താവേ, യെസ്, എന്നെയും ആ കൂട്ടത്തിലാണല്ലോ, ഞാനും ആ കൂട്ടത്തിലാണല്ലോ. അതരമന ഞാൻ നിൽക്കുന്ന ദേശത്ത് എന്നിൽ കൂടി ചിലത് ചെയ്യുമോ? യെസ്, എന്റെ ദൈവം എന്താഗ്രഹിക്കുന്നു അത് എന്നിൽ കൂടി വെളിപ്പെടുവാൻ വേണ്ടി സമർപ്പിക്കാൻ ഒരുക്കമാണെങ്കിൽ ദൈവം നീ ചെയ്യാൻ പോകുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവെ സമർപ്പിച്ച നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലഘട്ടത്തിൽ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ കർത്താവെ തന്റെ മക്കളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവർക്ക് മുന്നോട്ടുള്ള വഴികൾ ദൈവം കാണിച്ചു കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പശ്ചാത്തല സകല മകത്തെ ഞാൻ യഹോവയ്ക്ക് തരിക. എന്റെ ദൈവം അത്ഭുതം ചെയ്യട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. സന്തോഷമുള്ളവൻ ഹല്ലേലൂയ.